പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പവിത്രതകളേറെയുള്ള വിശുദ്ധമായ റമദാനിന്റെ റഹ്മത്തിന്റെ പത്തിലൂടെയാണ് ഞാനും നിങ്ങളൊക്കെ കടന്നു പോകുന്നത്. ഈ റഹ്മത്തിന്റെ പത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം നമ്മൾ ചോദിക്കുന്നുണ്ട്, അല്ലെ? അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് നമ്മൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ വെറുതെ ഇങ്ങനെ ദുആ ചെയ്താൽ മാത്രം അള്ളാഹുവിന്റെ കാരുണ്യം എനിക്കും നിങ്ങൾക്കും കിട്ടുമോ? ഇല്ല. മറിച്ച് ഒരു 5 കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ കൂടി ഈ റമദാനിൽ ശ്രദ്ധിച്ചാൽ അള്ളാഹുവിന്റെ കരുണ നമുക്ക് കിട്ടും. കൂട്ടത്തിൽ ഇനി മുതൽ റമദാനിന്റെ എല്ലാ 5 വഖത്ത് നമസ്കാരത്തിന് ശേഷവും ഒരു 3 വട്ടം അള്ളാഹുവിന്റെ സുന്ദരമായ ഒരു നാമം, ഇസ്മ നമ്മൾ പറയുകയാണെങ്കിൽ ഈ റമദാനിൽ തന്നെ ഖൈറിന്റെ വാതിലുകൾ അള്ളാഹു തുറന്നു തരുമെന്നാണ്. അപ്പൊ ഏതാണ് ആ ഇസ്മ? പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട 5 കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അള്ളാഹു അവന്റെ കരുണ കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബഹുമാന സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഉമ്മമാരെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെല്ലാവരെയും പരിശുദ്ധമായ ഈ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളോട് ഒരുപാട് പേര് നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായി അല്ലാതെ നേരിട്ട് കണ്ട് ഫോണിൽ വിളിച്ചൊക്കെ നിരവധി ആളുകൾ ദുആ ചെയ്യാൻ വസിയത്തായി നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരുടെയൊക്കെ മനസ്സിൽ എന്തെല്ലാം വിഷമങ്ങളുണ്ടോ എല്ലാ വിഷമ പ്രയാസങ്ങളും രോഗങ്ങളും അല്ലാഹു തആല മാറ്റി കൊടുക്കുമാറാവട്ടെ. ഈ റമദാനിന്റെ പുണ്യമായ ദിവസങ്ങളുടെ രാവിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ മനസ്സിലെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരുമാറാവട്ടെ. വിഷമ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്, പവിത്രതകളേറെയുള്ള ഈ വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിച്ച് റമദാനിന്റെ ഓരോ ദിവസങ്ങളും കഴിഞ്ഞു പോവുകയാണ്. റമദാനിന്റെ ആദ്യത്തെ 10 അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ 10ആണ്. ആ റഹ്മത്തിന്റെ 10ൽ നിന്നും ഏകദേശം 4ഓളം ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഇന്ന് 5ാമത്തെ ദിവസമാണ്. ഇനി 6, 7, 8 ദിവസങ്ങൾ, കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് നമുക്കിനി ബാക്കിയുള്ളത്. അപ്പൊ ഇൻഷാ അല്ലാഹ് ഈ വിശുദ്ധമായ റമദാനിൽ നമ്മൾ തറാവീഹ് നമസ്കാരത്തെ പറ്റിയും അതുപോലെ തഹജ്ജുദ് നിസ്കാരത്തെ പറ്റിയും അതുപോലെ വിത്ർ നിസ്കാരം, ഖുർആൻ ഖത്തം ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇടയത്താഴത്ത് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, നോമ്പ് തുറക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നമ്മൾ പഠിച്ചു. നമ്മൾ പ്രധാനമായും ഈ റമദാനിന്റെ ആദ്യത്തെ 10ൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട, പറഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ ഇതുവരെ നമ്മൾ പറഞ്ഞിട്ടില്ല. അതാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. വേറെ ഒന്നുമല്ല, വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ രാവ് മുതൽ നമ്മൾ പറയുന്ന ഒരു ദുആയുണ്ട്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. കരുണയുള്ള അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ. ഈ ദുആ നമ്മൾ പറയാറില്ലേ, അല്ലെ? ഈ ദുആ അൽഹംദുലില്ലാഹ് നമസ്കാരത്തിന് ശേഷം നമ്മൾ പറയാറുണ്ട്. അതല്ലാത്ത സമയത്തൊക്കെ ഒരുപാട് ആളുകൾ അൽഹംദുലില്ലാഹ് പഠിച്ചവനെ, ഒരു സഹോദരൻ ഒരു എണ്ണം പറഞ്ഞു, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന ആ ഒരു പ്രത്യേകമായ ദുആ ഈ ദിവസം വരെ അദ്ദേഹം പറഞ്ഞ എണ്ണം ഞാൻ തൽക്കാലം പറയുന്നില്ല, ഒരുപാട് ലക്ഷക്കണക്കിന് പ്രാവശ്യം അദ്ദേഹം പറഞ്ഞു എന്നാണ്. അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ. ഇതെങ്ങനെയാ പറയേണ്ടത്? പലർക്കും സംശയം. അല്ലാഹുമ്മ ഇർഹംനി യാ അർഹമർ റാഹിമീൻ എന്നാണോ അല്ലാഹുമ്മർഹംനി എന്നാണോ? നമ്മൾ എഴുതുമ്പോൾ അല്ലാഹുമ്മ ഇർഹംനി എന്ന് എഴുതുമ്പോൾ അങ്ങനെ എഴുതും. നമ്മൾ ദുആ ചെയ്യുമ്പോൾ പറയുമ്പോൾ കൂട്ടി പറയലാണ് നല്ലത്. അല്ലാഹുമ്മർഹംനി എന്ന് പറയലാണ് നല്ലത് കേട്ടോ. അല്ലാഹുമ്മർഹംനി ഏറ്റവും നല്ല രൂപം അല്ലാഹുമ്മർഹംനി യാ അർഹമർ റാഹിമീൻ എന്ന് പറയലാണ്. എങ്ങനെ പറഞ്ഞാലൊന്നും കുഴപ്പമില്ല. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ ഇർഹംനി, നീ എനിക്ക് കരുണ ചെയ്യണേ. യാ അർഹമർ റാഹിമീൻ, കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കരുണ ചെയ്യുന്നവനായ അല്ലാഹ്, എനിക്ക് നീ കരുണ ചെയ്യണേ എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ നമ്മൾ ഈ വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10ൽ, ഈ വിശുദ്ധമായ റമദാനിന്റെ ആദ്യത്തെ 10ലൊക്കെ നമ്മൾ വളരെ ആഗ്രഹത്തോടു കൂടി, വളരെ ആവേശത്തോടു കൂടി പറയുന്ന ഈ ദുആ മാത്രം ചെയ്താൽ നമുക്ക് അള്ളാഹുവിന്റെ കരുണ കിട്ടുമോ? ഈ ദുആ മാത്രം ചെയ്താൽ അള്ളാഹുവിന്റെ കരുണ നമുക്ക് കിട്ടുമോ? പലപ്പോഴും നമ്മളൊന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ഒരിക്കലും ഈ ദുആ കൊണ്ട് മാത്രം അള്ളാഹുവിന്റെ കരുണ കിട്ടാൻ നമുക്ക് ചാൻസ് കുറവാണ്. കാരണം നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടി നന്നാക്കണം. നമ്മുടെ നാവ് കൊണ്ട് പറച്ചിൽ മാത്രമല്ല, നമ്മുടെ പ്രവർത്തനം കൂടി അള്ളാഹുവിന്റെ കരുണ കിട്ടുന്നതായാൽ ഇൻഷാ അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യും? അള്ളാഹുവിന്റെ കരുണ, അള്ളാഹുവിന്റെ റഹ്മത്ത് പൂർണ്ണമായും നമുക്ക് ലഭിക്കും. പരിശുദ്ധമായ റമദാനിലേക്ക് വരുമ്പോൾ
3 കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒന്നാമത്തേത് തൗബയുള്ള മനസ്സാണ്, അല്ലേ? തൗബയുള്ള മനസ്സ്. ഇപ്പോൾ മറ്റു മാസങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പല തെറ്റുകളും ഫോണിൽ കാണുന്നു, അല്ലെ നമ്മൾ പറയുന്നു, ചെയ്യുന്നു. പക്ഷെ റമദാൻ ആകുമ്പോൾ ഒരു തൗബയുടെ മനസ്സാണ്. തെറ്റ് ചെയ്യാൻ തോന്നുമെങ്കിലും അല്ലോ നോമ്പാണ്, പഠിച്ചോനെ റമദാനാണ്, അല്ലെ? ആ ഒരു ചിന്ത സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരു കുറ്റബോധം ഉണ്ടാകും, അല്ലെങ്കിൽ ഒരു പശ്ചാത്താപ മനസ്സ് സ്വാഭാവികമാണ്, എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അങ്ങനെ ഉണ്ടാവണം. അതുപോലും ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ മുഅ്മിനാണെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് ഒരു തൗബയുടെ മനസ്സ് സ്വാഭാവികമായും നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അള്ളാഹു തആല അത് നിലനിർത്തി തരുമാറാവട്ടെ. രണ്ടാമത്തേത് ഫർളായ കാര്യങ്ങൾ കൂടുതൽ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കുന്നു, അല്ലെ? ഫർളായ കാര്യങ്ങൾ, നിസ്കാരത്തിൻ്റെ കാര്യങ്ങൾ, ആ നിസ്കാരം തന്നെ നമ്മൾ ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രമിക്കുന്നു. സുന്നത്ത് നമസ്കാരങ്ങൾ, അത് റവാത്തിബ് സുന്നത്ത് നിസ്കാരമാവട്ടെ, തറാവീഹ് ആവട്ടെ, വിത്ർ ആവട്ടെ, തഹജ്ജുദ് ആവട്ടെ, അൽഹംദുലില്ലാ അതൊക്കെ നമ്മൾ നിർവഹിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. ഒരു സുന്നത്തായ കർമ്മം പോലും നമ്മൾ വിടാതെ ചെയ്യുന്നുണ്ട്, അല്ലെ? അള്ളാഹു തആല സ്വീകരിക്കട്ടെ. അപ്പോൾ ഫർളായ സുന്നത്തായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്ക് അള്ളാഹു തആല ഈ റമദാനിൽ ഇട്ട് തരുമെന്നാണ്. അത് എല്ലാവരുടെയും മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. പക്ഷെ ചില ആളുകൾക്ക് മാത്രമേ അത് സ്വീകരിക്കാനുള്ള തൗഫീക്ക് കിട്ടുമെന്നാണ്. അള്ളാഹു സ്വീകരിക്കാൻ തൗഫീക്ക് കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തിന്മകളിൽ നിന്നും നമുക്ക് സ്വാഭാവികമായി മാറി നിൽക്കാനുള്ള ഒരു തോന്നലുണ്ടാകുമല്ലോ, അല്ലെ? ഒരു ദിവസത്തിൽ 24 മണിക്കൂറിൽ 13 അല്ലെങ്കിൽ 13.25 മണിക്കൂറാണ് നമ്മൾ നോമ്പുകാരായിട്ടുള്ളത്. ആ സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്യാൻ നമ്മുടെ മനസ്സ് തോന്നിയാൽ ഇന്നി സ്വാഇമൻ, അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നോമ്പാണല്ലോ, റമദാൻ മാസമാണല്ലോ, സ്വാഭാവികമായി അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് വരുന്നു. അൽഹംദുലില്ലാ. അപ്പൊ ഈ 3 കാര്യങ്ങൾ റമദാൻ ആകുമ്പോൾ അല്ലാഹു തആല എല്ലാ മനുഷ്യരുടെയും മനസ്സിലേക്ക് ഇട്ടുകൊടുക്കും. ഇതുകൊണ്ടാണ് റമദാൻ ആകുമ്പോൾ പിശാചിനെ അല്ലാഹു തആല ബന്ധനസ്ഥനാക്കും, ചങ്ങലക്കിടുമെന്ന് പറയാനുള്ള കാരണം അതാണ്. റമദാനിലും തെറ്റുകൾ ചെയ്യുന്നവർ ഒരുപാടുണ്ട്, അല്ലെ? മിക്ക ആളുകളും റമദാനിലും തെറ്റുകൾ ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ നമ്മളെ. റമദാനിൽ തെറ്റ് ചെയ്തു പോകുന്നു. പക്ഷേ നമ്മുടെയൊക്കെ ഈ മുഅ്മിനീങ്ങളായ ആളുകളുടെ മനസ്സിൽ അള്ളാഹു തആല അങ്ങനെ തെറ്റ് ചെയ്യാനുള്ള ആ തോന്നുന്നതിന് മുമ്പേ പടച്ചവൻ എന്തു കൊടുക്കും? റമദാനാണല്ലോ, നോമ്പാണല്ലോ എന്ന ഒരു തോന്നൽ ഇട്ട് കൊടുക്കുമെന്നാണ്. ആ തോന്നൽ ഇട്ട് കിട്ടുന്നത് എന്തിൻ്റെ അടയാളമാണ്? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഉണ്ട് എന്നതിൻ്റെ അടയാളമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ റമദാൻ മാസം നമുക്ക് അനുകൂലമായി കിട്ടാനും റമദാനിന്റെ ആദ്യത്തെ 10 നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ എന്ന ദുആ, പടച്ചവനെ നീ എനിക്ക് കരുണ ചെയ്യണേ, കരുണയുള്ള അല്ലാഹ് എനിക്ക് നീ കരുണ ചെയ്യണേ എന്ന് നമ്മൾ ചെയ്യുന്ന ഈ ദുആ അല്ലാഹു തആല സ്വീകരിക്കുവാനും അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഒരുപാട് കിട്ടുവാനും ഒരു 5 കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. 5 കാര്യങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്ത് കാര്യമാണെന്നറിയോ? വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാറിനെ അധികരിപ്പിച്ചാൽ, നിങ്ങൾ ഇസ്തിഗ്ഫാർ നാവ് കൊണ്ട് ധാരാളമായി പറഞ്ഞാൽ എന്ത് കിട്ടും? ലഅല്ലക്കും തുർഹമൂൻ, അല്ലാഹുവിൻ്റെ കരുണ നിങ്ങൾക്ക് കിട്ടുമെന്നാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ വിശുദ്ധമായ റമദാനിന്റെ തുടക്കം മുതൽ നമ്മളൊരു ദിക്ർ പറയാറില്ലേ? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്ന വഅഊദു ബിക മിനന്നാർ. ഈ ഒരു ദുആ, ഇതൊരു ദിക്റാണ്, ദുആ എന്തുമാവട്ടെ, ഇത് നമ്മൾ പറയാറുണ്ടല്ലോ. ഇത് അള്ളാഹുവിനോട് നമ്മൾ ചെയ്യുന്ന ഒരു ഇസ്തിഗ്ഫാറാണ്. നമ്മൾ പറയുന്നു അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹൻ അല്ലാഹുവേ നീ അല്ലാതെ മറ്റാരുമില്ല. പിന്നെ രണ്ടാമത് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, പടച്ചോനെ എൻ്റെ തെറ്റുകളെല്ലാം നീ പുറത്തു തരണേ. അപ്പൊ ഇസ്തിഗ്ഫാർ ഈ റമദാനിൽ ധാരാളമായി നമ്മൾ പറയും. പ്രത്യേകിച്ച് ഈ റമദാനിന്റെ ആദ്യത്തെ 10 ധാരാളമായി പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ കരുണ കിട്ടുമെന്നാണ്. അള്ളാഹുവിൻ്റെ കരുണ കിട്ടുമെന്നാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ഒരു ദിക്ർ നമ്മൾ മറക്കാൻ പാടില്ല. നമ്മുടെ നമസ്കാരത്തിന് ശേഷം മാത്രമല്ല, അതല്ലാത്ത സമയത്ത് നമ്മൾ പറയണം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, നബിയെ, റമദാൻ ആകുമ്പോൾ ഞാൻ എന്താണ് ഏറ്റവും കൂടുതൽ പറയേണ്ടത്? ആ സമയത്ത് നബി തങ്ങൾ പറഞ്ഞു കൊടുത്തത് വാക്കാണിത്. 4 കാര്യം പറയണം. 1 അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, 2 അസ്തഗ്ഫിറുല്ലാഹ്, 3 അസ്അലുകൽ ജന്ന, 4 വഅഊദു ബിക മിനന്നാർ. ഈ 4 കാര്യം പറയണേ ആയിഷ.
അതിൽ രണ്ടാമതായി പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഒരുപാട് തെറ്റ് ചെയ്തു പോയി റബ്ബേ, എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. ഇസ്തിഗ്ഫാറാണ് പറയുന്നത്. അതുകൊണ്ട് ഉമ്മാ വാപ്പമാരെ, അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നും നമുക്ക് ഒരുപാട് കരുണ കിട്ടാൻ ഈ കാര്യം മറന്നു പോവണ്ട. എന്ത് നല്ലവണ്ണം ഇസ്തിഗ്ഫാർ പറയണം. പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്നതിന് മുമ്പ് ഞാൻ പലപ്പോഴും നമ്മുടെ മുൻകഴിഞ്ഞു പോയ ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്ത് വിശുദ്ധമായ റമദാനിൽ നോമ്പ് തുറ ഏകദേശം ടൈം വരുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെയൊക്കെ 6:35 എറണാകുളം ഭാഗത്തൊക്കെ മഗ്‌രിബിന്റെ ടൈം വരുന്ന 6:35 നമ്മുടെ പള്ളിയിൽ. അപ്പോൾ ചിലപ്പോൾ 6:35 ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലൊക്കെ ചിലപ്പോൾ 6:38 ആവാം, 6:40 ആവാം, 6:30 ആവാം. എത്ര സമയമാണെങ്കിലും കുഴപ്പമില്ല. ഒരു 6:15 തൊട്ടെങ്കിലും പറയണേ, ഒരു 15 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ പറയണേ. എന്ത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഇതിലും ഇസ്തിഗ്ഫാറുണ്ട്. അപ്പൊ ഇസ്തിഗ്ഫാർ ധാരാളമായി. ഇനി സാധാ രൂപത്തിൽ പറയാം, അസ്തഗ്ഫിറുല്ലാഹ് 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 എന്നിങ്ങനെ വെറുതെ പറയാം. മഹാന്മാര് പറയുന്നു, റമദാനിന്റെ രാത്രിയിലും പകലിലും ഒരു മനുഷ്യൻ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ ഒരു 100 വട്ടം, ഒരു ദിവസം ഒരു 100 പ്രാവശ്യമെങ്കിലും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞാൽ അവനിക്ക് കിട്ടുന്ന പ്രതിഫലം 1000 നന്മകൾ അല്ലാഹു കൊടുക്കും. ഓരോ ഇസ്തിഗ്ഫാറിന് പകരവും 1000 നന്മകൾ കൊടുക്കും, 1000 തിന്മകൾ പുറത്തു കൊടുക്കും, 1000 ദറജകൾ ഉയർത്തി കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് റമദാനിന്റെ ഈ റഹ്മത്തിന്റെ 10 തീരാൻ ഒരുങ്ങി നിൽക്കുകയാണ്. ഏകദേശം ദിവസങ്ങൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് അല്ലാഹുമ്മർഹംനി യാ അർഹമർ റഹീമീൻ ആ ദുആ നമ്മൾ പറയുന്നുണ്ട് കൂട്ടത്തിൽ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. ഈ ഒരു ദുആ മറക്കണ്ട. കൂട്ടത്തിൽ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് ഈ വാക്കും പറയണേ. ഇനി ഈ റമദാൻ മാസത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന കരുണ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള റഹ്മത്ത്, ആ റഹ്മത്തും കരുണയും നമുക്ക് കിട്ടാൻ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണേ. രണ്ടാമതായി നമ്മളെ മഹത്തുക്കൾ പഠിപ്പിക്കുന്നു, കുടുംബബന്ധം നിലനിർത്തണേ. കുടുംബബന്ധം നിലനിർത്തണേ. റമദാനിലും പിണക്കത്തിൽ കഴിയുന്നവരുണ്ട്, റമദാനിലും വഴക്കിൽ കഴിയുന്നവരുണ്ട്. എന്നിട്ട് ഭയങ്കര ദുആയാണ്, അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ, അല്ലാഹുവേ കരുണ ചെയ്യണേ എന്ന്. വെറുതെയാണ് നമ്മുടെ ദുആ. നമ്മൾ കുടുംബബന്ധം ചേർക്കാതെ വെറുതെ ദുആ ചെയ്തിട്ട് കാര്യമില്ല. അതുകൊണ്ട് നല്ലവണ്ണം കുടുംബബന്ധം ചേർക്കണേ, പിണക്കങ്ങൾ മാറ്റണേ. അല്ലാഹുവേ പടച്ചവനെ, ഈ റമദാനിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കണമെങ്കിൽ നമ്മളൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നു, വിത്ർ നിസ്കരിക്കുന്നു, തഹജ്ജുദ് നിസ്കരിക്കുന്നു. എത്ര പ്രയാസപ്പെട്ടാണ് ഞാൻ നിങ്ങളൊക്കെ തറാവീഹ് നിസ്കരിക്കുന്നത് അല്ലേ? ഉറക്കമൊക്കെ നിന്ന് നമ്മൾ നിസ്കരിക്കുന്നു, ക്ഷീണം ഉണ്ടാകും, അതൊക്കെ നമ്മൾ മൈൻഡ് ചെയ്യാതെ നിസ്കരിക്കുന്നു. പക്ഷെ ആ നിസ്കാരമൊക്കെ വെറുതെ ആയി പോകുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമം ഉണ്ടാവണം. ആർക്ക്? ഈ റമദാനിലും പിണങ്ങിക്കഴിയുന്നവർക്ക്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, പടച്ചോൻ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുടുംബ ബന്ധം ചേർക്കണേ. അങ്ങനെ ചേർത്താൽ നമുക്ക് അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടും. മൂന്നാമതായി നമ്മുടെ കുടുംബത്തിലും നമ്മുടെ കച്ചവടത്തിലൊക്കെ വിശാലത ചെയ്യണേ. കച്ചവടക്കാരായ, ബിസിനസ്സുകാരായ, തൊഴിൽ ചെയ്യുന്ന ഒരുപാട് വാപ്പമാർ എൻ്റെ ക്ലാസ് കേൾക്കുന്നവരാണ്. അതുപോലെ തന്നെ കച്ചവടക്കാരായ ഭർത്താക്കന്മാരുള്ള ഭാര്യമാര്, സഹോദരിമാര്, ഉമ്മമാരും ഈ ക്ലാസ്സുകൾ കേൾക്കുന്നവരാണ്. നമ്മൾ പിടിച്ചു വെക്കാൻ പാടില്ല, പിശുക്ക് കാണിക്കാൻ പാടില്ല, അനാവശ്യമായിട്ട് ചില ദൂർത്ത് പാടില്ല, അതുപോലെ പിടിച്ചു വെക്കാനും പാടില്ല. പ്രത്യേകിച്ച് കച്ചവടക്കാര് അവര് 1/2 കിലോ പഞ്ചസാര ചോദിച്ചാൽ കറക്റ്റ് 500 ഗ്രാം, 501 ആയാൽ അതിൽ നിന്നും എടുത്തിങ്ങോട്ടിടും. അങ്ങനെ പാടില്ല. ഈ റഹ്മത്തിന്റെ 10 നമ്മൾ അള്ളാഹുവിന്റെ റഹ്മത്തിന് ചോദിക്കുന്നു. റഹ്മത്ത് കിട്ടാൻ നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കണം. എങ്ങനെ? കച്ചവടക്കാരാണെങ്കിൽ ഈ റമദാനിലൊക്കെ കച്ചവടം ചെയ്യുമ്പോൾ 1/2 കിലോ ചോദിച്ചാൽ ഒരല്പം കൂടുതൽ ഇട്ട് കൊടുക്കുക. ഒരു 505 ആയിക്കോട്ടെ, 510 ആയിക്കോട്ടെ, ഒന്നും വരാനില്ല. അതുകൊണ്ട് ഒരല്പം കൂടുതലിട്ട് കൊടുക്കുക. ഒരു കടുംപിടുത്തം പാടില്ല. പിന്നെയോ നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, മറ്റുള്ളവരെ സഹായിക്കലാൻ, റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തലാൻ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തലാൻ. അൽഹംദുലില്ലാഹ് എത്രയോ ആളുകൾ, എത്രയോ സഹോദരന്മാർ, സഹോദരിമാർ, അൽഹംദുലില്ലാഹ് എനിക്ക് തന്നെ ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, ഉസ്താദേ ഈ റമദാൻ കിറ്റ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, അതിലൊക്കെ പ്രത്യേകം ഖൈറുണ്ടാവാനും അതൊക്കെ സ്വീകരിക്കാനും പ്രത്യേകം ദുആരക്കണേ എന്ന് ഒരുപാട് പേര് ദുആ വസിയത്തായി ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ റമദാൻ ആകുമ്പോൾ ഒരു പഞ്ചസാര, തേയില അതൊക്കെയുള്ള ഒരു കിറ്റ് അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്നു.
അല്ലെങ്കിൽ പൈസയായിട്ട് കൊടുക്കുന്നു. എത്രയോ ഗുണമാണ്. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ എന്താ പ്രതിഫലം എന്നറിയോ? അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് കിട്ടും. നമ്മൾ ചോദിക്കാതെ തന്നെ അള്ളാഹു അവൻ്റെ കാരുണ്യം തരും. ഇർഹമൂ മൻ ഫിൽ അർളി വർഹമുക്കും മൻ ഫിസ് സമ. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുമെങ്കിൽ അള്ളാഹു ആകാശത്തിലുള്ള പടച്ചോൻ നമ്മളോട് കരുണ കാണിക്കുമെന്നാണ്. അപ്പോൾ എന്ത് ചെയ്യുക? എല്ലാവരെയും പറ്റുന്ന രൂപത്തിൽ സഹായിക്കുക. നമ്മുടെ വീട്ടിലൊക്കെ ഇപ്പം തട്ടിപ്പാണെങ്കിൽ കൊടുക്കരുത് കേട്ടോ. ഇപ്പം റമദാൻ ആകുമ്പോൾ ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്നിട്ട് വെറുതെ പർദ്ദയിട്ട് തൊപ്പിയും വെച്ച് വെപ്പുതാടിയൊക്കെ വെച്ചിട്ട് വീട്ടിലേക്ക് വരും. അവരെയൊക്കെ സൂക്ഷിക്കണേ. ഒരു നയാ പൈസ കൊടുക്കരുത്. കാരണം അവന്മാരൊക്കെ ഈ പൈസ വാങ്ങിക്കൊണ്ട് പോയിട്ട് കള്ളു കുടിക്കും, അല്ലെങ്കിൽ ഈ പൈസ കൊണ്ടുപോയിട്ട് കഞ്ചാവ് വാങ്ങി കഴിക്കാനായിരിക്കും ആ പൈസക്ക് വേണ്ടി വരുന്നത്. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും കൊടുക്കരുത്. നമുക്ക് ഉറപ്പുണ്ടാവണം ഇത് പാവപ്പെട്ട അർഹരായ ആളാണ് എന്ന് ഉറപ്പായാൽ മാത്രം കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞങ്ങോട്ട് വിട്ടേക്കുക. കാരണം നമ്മൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ഒരു ഹറാമ് ചെയ്യാനാണെങ്കിൽ എന്തിനാണ് നമ്മൾ പൈസ കൊടുക്കുന്നത്? ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൊണ്ട് അർഹരായ ആളുകൾ വന്നാൽ പള്ളിയുടെ പേര് പറഞ്ഞ് മദ്രസയുടെ നമുക്കറിയാവുന്ന മദ്രസ, പള്ളി, അല്ലെങ്കിൽ യത്തീംഖാന, അല്ലെങ്കിൽ ഒരു യത്തീം കുട്ടിയാണ്, ഒരു അഗതിയാണ്, ഒരു അനാഥയാണ്, ഒരു വിധവയാണ്, നമുക്ക് പരിസരത്ത് ഒരുപാട് പേരുണ്ടാകുമല്ലോ. അങ്ങനെയുള്ളവർക്ക് നമ്മൾ സഹായം അങ്ങോട്ട് എത്തിച്ചു കൊടുത്താൽ അത് അല്ലാഹുക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. ഏതാണെന്നറിയോ? നമ്മുടെ ഖുർആൻ പാരായണം. അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു അവൻ്റെ കരുണ ഇട്ടുകൊടുക്കുമെന്നാണ്. അൽഹംദുലില്ലാ, പരിശുദ്ധമായ റമദാനിൻ്റെ ഏകദേശം 5-ാമത്തെ ദിവസത്തിലാണുള്ളത്. ഇനി 6-7 ആദ്യത്തെ 10 തന്നെ ഞങ്ങൾ ഇൻഷാ അള്ളാഹ് ഒരു ഖത്തം തീർക്കും ഉസ്താദെ എന്ന് പറഞ്ഞ് വാശിക്ക് ഓതുന്നവരുണ്ട്, വളരെ ആഗ്രഹത്തോടെ ഓതുന്നവരുണ്ട്. 3-10 കൊണ്ട് റമദാനിലെ 30 ദിവസം കൊണ്ട് 3 ഖത്തം ഞാൻ തീർക്കുമെന്ന് വാശിയോടുകൂടി, ആഗ്രഹത്തോടുകൂടി, കൂടി വിശുദ്ധമായ ഖുർആൻ ഓതുന്ന ഒരുപാട് ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. 3 ഖത്തമെന്നും തീർക്കാൻ പറ്റിയില്ലെങ്കിലും 1 ഖത്തമെങ്കിലും തീർക്കാൻ പറ്റിയാൽ നമുക്ക് അള്ളാഹുവിന്റെ കരുണ ധാരാളമായി കിട്ടുന്നതാണ്. അപ്പൊ ഈ 5 കാര്യം മറക്കണ്ട. ഇനി പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഈ റമദാനിൽ നമ്മൾ ഒരുപാട് ദിക്റും സ്വലാത്തും തസ്ബീഹൊക്കെ പറയുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാനൊന്ന് പറഞ്ഞു തരട്ടെ. വിശുദ്ധമായ റമദാനിൽ അള്ളാഹുവിന്റെ കരുണ കിട്ടാനും അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്നും പാപമോചനം കിട്ടാനും സ്വർഗപ്രവേശനം കിട്ടാനും നരകമോചനം കിട്ടാനും ഇൻഷാ അള്ളാഹ് റമദാനിന്റെ എല്ലാ നമസ്കാരത്തിന് ശേഷം ഒരു 3 വട്ടം, കൂടുതലൊന്നുമില്ല, റമദാനിന്റെ ഓരോ നമസ്കാരത്തിന് ശേഷം ഒരു 3 വട്ടം വീതം പറയാൻ പറ്റുമോ? അള്ളാഹുവിന്റെ ഒരു ഇസ്മ. ഏതാണ് ആ ഇസ്മ എന്നറിയോ? യാ വദൂദു യാ അല്ലാഹ്, യാ വദൂദു യാ അല്ലാഹ്, സ്നേഹനിധിയായ അല്ലാഹ് എന്നാണ് അതിന്റെ അർത്ഥം. സ്നേഹനിധിയായ അല്ലാഹ്. അള്ളാഹുവിൻ്റെ ഇസ്മുകളിൽപ്പെട്ട ഈ ഒരു ഇസ്മ ആരാണോ പതിവാക്കുന്നത് അവർക്ക് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ ആരോഗ്യം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ വിദ്യാഭ്യാസം, അവൻ്റെ മക്കൾ, അവൻ്റെ ജീവിതം, അവൻ്റെ തൊഴിൽ, അവൻ്റെ വാഹനം എല്ലാത്തിലും അള്ളാഹു തആല ബറക്കത്ത് നൽകുന്നതാണ്. യാ വദൂദു യാ അല്ലാഹ്, സ്നേഹനിധിയായ അല്ലാഹ് എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് സ്നേഹനിധിയായ അള്ളാഹുവേ, നിന്റെ സ്നേഹം ഞങ്ങൾക്ക് തരണയല്ല, നിന്റെ സ്നേഹം കൊണ്ട് നിന്റെ കരുണ തരണമല്ല, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പുറത്തു തരണമല്ല, നിന്റെ സ്നേഹം കൊണ്ട് സ്വർഗപ്രവേശനം തരണമല്ല, നിന്റെ സ്നേഹം കൊണ്ട് നരകമോചനം തരണയല്ല. പറയാൻ പറ്റുമോ? എല്ലാ ദിവസവും ഇൻഷാ അല്ലാഹ്. ഇനിയുള്ള ദിവസം, ഇത്രയും ദിവസം പോട്ടെ, ഇനിയുള്ള ദിവസം ഇന്നു മുതൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷം മനസ്സറിഞ്ഞ് യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ്, യാ വദൂദ് യാ അല്ലാഹ് എന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കിട്ടുമെന്ന് മഹാനായ യൂസുഫ് നബഹാനി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ കിതാബുകളിൽ പറയുന്നുണ്ട്. അപ്പോൾ റമദാൻ, വിശുദ്ധമായ റമദാൻ, ഈ റമദാനിൽ അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ ചെയ്യേണ്ട 5 കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കൂട്ടത്തിൽ അള്ളാഹുവിൻ്റെ റഹ്മത്തും മഗ്ഫിറത്തും സ്വർഗപ്രവേശനവും നരകമോചനവും ഒക്കെ കിട്ടാൻ വേണ്ടിയുള്ള നമസ്കാരത്തിന് ശേഷം ഇനി മുതൽ ഒരു 3 വട്ടം വീതം നമ്മൾ പറയേണ്ട പുണ്യമായ ഒരു ഇസ്മും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാ, അള്ളാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, പടച്ചവൻ ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് പേര് ദുആരക്കാൻ വസിയത്തായി നിരവധി കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, ആരെല്ലാം എന്തെല്ലാം ദുആ വസിയത്താണ് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്, എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അല്ലാ. എല്ലാവരുടെയും ദുഃഖങ്ങളും പ്രതിസന്ധികളും നീ ദൂരീകരിച്ചു കൊടുക്കണേ അല്ലാ. ഈ വിശുദ്ധമായ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണേ അല്ലാ. വിശുദ്ധമായ റമദാൻ ഞങ്ങൾ ചെയ്യുന്ന നിസ്കാരം, ഞങ്ങളുടെ നോമ്പ്, അതിലൊക്കെ കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകും റബ്ബേ, അതെല്ലാം പരിഹരിച്ച് നീ സ്വീകരിക്കണേ അല്ലാ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.
ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.